ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഇവിടെയും കുഴപ്പങ്ങളൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് ഷോൾ കളക്ഷൻസാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പണ്ട് തൊട്ട് എനിക്ക് ഷോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കടകളിലൊക്കെ പോകുന്ന സമയത്ത് നല്ല നല്ല ഷോളുകൾ കണ്ടാൽ വാങ്ങിക്കുമായിരുന്നു. അങ്ങനെ കളക്ട് ചെയ്ത് എൻ്റെ കയ്യിൽ കുറേ ഷോളുണ്ട്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ടോപ്പുകൾ ഇപ്പോൾ ഒരു 15 ടോപ്പ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിന് ഡബിൾ മടങ്ങാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഷോള്. അപ്പം അത്രയ്ക്ക് ക്രേസാണ് എനിക്ക് ഷോളെന്ന് പറഞ്ഞാൽ. പണ്ട് നമ്മൾ ഈ സ്റ്റാമ്പുകളൊക്കെ കളക്ട് ചെയ്തില്ലേ, അതുപോലായിരുന്നു ഞാൻ നല്ല നല്ല ഷോളുകൾ കാണുമ്പോൾ കളക്ട് ചെയ്യുന്നത്. അപ്പം അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന അതേ ഷോളുകൾ നിങ്ങളുടെ കയ്യിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് എൻ്റെ കയ്യിൽ ഉള്ള ഷോൾ കളക്ഷൻസ്. ഞാനത് ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. ജസ്റ്റ് ഒരു ഓവർവ്യൂ കാണിച്ചെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം. ഇതിൽ കുറേ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതുണ്ട്, എൻ്റെ റിലേറ്റീവ്സ് വാങ്ങി തന്നിട്ടുണ്ട്, ഞാൻ പോയി വാങ്ങിച്ചതുണ്ട്. അങ്ങനെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടൊക്കെ ഉള്ള കുറേ ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് ഓരോ ഷോളായിട്ട് നോക്കാം. ഫസ്റ്റ് ആണെങ്കിൽ ഈ ഒരു ഷോളാണ് കാണിക്കുന്നത്. ഇതൊരു ആഷ് കളറാണ്. ആഷ് കളർ ഷോളാണ്. ഒരു കോട്ടൺ ആണോ പോളിത്തീൻ ആണോ എന്ന് പറയാൻ പറ്റത്തില്ല. ലാസ്റ്റ് ഇതിൻ്റെ ഒരു തുമ്പ് വരുന്നിടത്ത് നെറ്റിൻ്റെ ഫാബ്രിക്കാണ്. കുറച്ച് സ്റ്റോൺസും വർക്കും ഒക്കെ ഇതിനകത്തുണ്ട്. ഈയിടെ റീസെൻ്റ് ആയിട്ട് വാങ്ങിച്ച ഷോളാണിത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ വേറൊരു ഷെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിക്കാം. അതൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നൊരു ഷോളാണ്. സെയിം മെറ്റീരിയലാണ്. രണ്ടും ഒരേ ഡിസൈനാണ്, ഡിഫറെൻറ്റ് കളറാണെന്നേ ഉള്ളൂ. നമുക്ക് കണ്ടോ, സെയിം ഡിസൈനാണ്. അതെ, നെറ്റ് വരുന്നത് പോലെ അതെ, സെയിം ഡിസൈനാണ്. മനസ്സിലാവുമെന്ന് തോന്നുന്നു. സെയിം ഡിസൈനാണ്, ഡിഫറെൻറ്റ് കളറാണ്. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടാണ് ഈ ഷോൾ വാങ്ങിച്ചത്. അപ്പം ഒരുപാട് ഷോൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കബോർഡിൽ മടക്കി വെക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഷോള് ഇങ്ങനെ മടക്കും. രണ്ടായിട്ട് മടക്കിയിട്ട് നീളത്തിൽ ഒന്നും കൂടി ഫോൾഡ് ചെയ്യും. അതായത് ഇങ്ങനെ നീളത്തിൽ ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് ഇതൊന്നും കൂടി ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇത് റൗണ്ടായിട്ട് ഇങ്ങനെ മടക്കും. ഇങ്ങനെയാണ് ഞാനിത് കബോർഡിൽ വെക്കാറുള്ളത്. ഇപ്പോൾ ഒരുപാട് ഷോൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സ്പേസ് വേണ്ടി വരും ഓരോന്നോരോന്നും മടക്കി വെക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്പേസ് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ എടുക്കാനൊക്കെ നമ്മൾ പെട്ടെന്ന് ഒരു ആവശ്യം വന്ന് ഇപ്പോൾ ഷോൾ എടുക്കാനായിട്ട് പോവുകയാണെങ്കിലും എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ മടക്കി ഇങ്ങനെ ഇതിൻ്റെ പണ്ട് ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെയാണ് ഞാൻ ഷോള് കബോർഡിൽ വെക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ കൂടി ഏറ്റവും അവസാനം കാണിക്കാം. ഒരു ഈ ഗ്രീൻ കളറിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇത് ഗ്രീനാണ്, പക്ഷേ ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ്. കറക്റ്റ് ഗ്രീനിൻ്റെ കളർ എനിക്കറിയത്തില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ വർക്ക് വരുന്നത് ഇത്രയും ഭാഗം പ്ലെയിനാണ്. അതിൻ്റെ തുമ്പത്തൊരു മിനുക്കം പോലെയൊക്കെ ഉണ്ട്, കാണാൻ പറ്റും തോന്നുന്നു. ഇങ്ങനെയാണ്. ഇതൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ തലയിൽ ഇട്ടാലും അവിടെ തന്നെ കിടക്കും. ഇങ്ങനെ പെട്ടെന്ന് ഒഴുകി പോകത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളത് കുറേ ഞാൻ നോക്കി വാങ്ങിക്കാറുണ്ട്. അപ്പം ഇത് വാങ്ങിച്ചിട്ട് കുറേ നാളായി. അടുത്തത് വേറൊരു ലൈറ്റ് റോസ് കളറാണ്. റോസ് കളർ ഒരു ഫ്ലവറിൻ്റെ പ്രിൻ്റൊക്കെ വരുന്നൊരു ഷോളാണ്. ഷോളിനെക്കാട്ടി എനിക്ക് കൂടുതലുള്ളത് സ്റ്റോളാണ്. സ്റ്റോൾ എന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ, നമ്മൾ ഈ മഫ്ത പോലെ ചുറ്റിയൊക്കെ ഇടുന്നത്, അതാണ്. എൻ്റെ തുമ്പത്ത് ഇങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. ഇതിപ്പം ഞാൻ ലൈറ്റായിട്ടുള്ള ഡ്രസ്സസിൻ്റെ കൂടെ ആയിരിക്കും ഈ ഒരു ഷോൾ കൂടുതൽ യൂസ് ചെയ്യുക. അതിപ്പം ഈ ഒരു റെഡ് കളർ ടോപ്പൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വൈറ്റിൻ്റെ കൂടെ യൂസ് ചെയ്യാറുണ്ട്. വൈറ്റ് ടോപ്സൊക്കെ ഇടുന്ന സമയത്ത് യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് ഇതാണ് ഒരു റെഡ്
ബ്ലാക്ക് കോംബോ വരുന്ന ഒരു ലൈൻ പോലെ കോംബോ വരുന്ന ഒരു ഷോളാണ്. ഇത് നല്ല കട്ടിയുള്ള തുണിയാണ്. ഇത് ഇച്ചിരി പാടാ, തലയിൽ കിടക്കത്തില്ല. ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഒത്തിരി നാളായത് വാങ്ങിച്ചിട്ടും ഇത് തലയിൽ അങ്ങനെ കിടക്കത്തില്ല, ഒഴുകി ഒഴുകി പോകും. ആ ഒരു ടൈപ്പ് ഷോളാണ് ഇത്. ഈ കാണിക്കുന്ന ഷോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സെയിം ഷോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കറിയാമല്ലോ ആരുടെയിലൊക്കെ ഉണ്ടെന്ന്. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഷോളും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്തത് ഇത് സ്റ്റോളല്ല, ഇത് ഷോളാണ്. ഇത് ഞങ്ങൾ കന്യാകുമാരി പോയ ടൈമിൽ വാങ്ങിച്ചതാണ്. കന്യാകുമാരി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഇടയ്ക്ക് അപ്പോൾ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ കൂടത്തിൽ വേറൊരെണ്ണം ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അത് ഞാൻ എടുക്കുമ്പോൾ ഞാൻ പറയാം. ഇതിന് റാണി പിങ്ക് എന്നാണ് പറയുന്നതെന്നാണ് തോന്നുന്നത്. കറക്റ്റ് അല്ലേ? റാണി പിങ്ക് എന്നല്ലേ ഈ കളറിൻ്റെ പേര്? ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. റാണി പിങ്കിൽ ഗോൾഡിൻ്റെ ഒരു റൗണ്ട് വരുന്നൊരു ഷോളാണ്. പിന്നെ അതിൻ്റെ തുമ്പത്തിങ്ങനെ കുറച്ച് തൂക്കി ഇട്ടിട്ടുണ്ട്. ഇതിന് നല്ല നീളമുണ്ട്. ഇത് ഞാൻ ഈ ഒരു കളർ ടോപ്പ് എനിക്കുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഞാൻ ഇടാറുള്ളത്. ഈ റാണി പിങ്ക് കളർ ടോപ്പ് എനിക്കുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഞാൻ ഇടാറുള്ളത്. നല്ല നീളമുള്ള ഷോളാണ് കേട്ടോ. ഇതാണൊന്ന്. അടുത്തത് വീണ്ടും ഒരു ആഷ് കളറാണ്. ഇതും നല്ല നീളമുള്ള ഷോളാണ് കേട്ടോ. നല്ല നീളമുണ്ട്, വീതിയുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ട്രിവാൻഡ്രം പോത്തീസിൽ നിന്ന് എടുത്തതാണ്. കഴിഞ്ഞ വർഷം ഓണത്തിന് ട്രിവാൻഡ്രം പോത്തീസിൽ നിന്ന് എടുത്തതാണ്. തുമ്പത്തിങ്ങനെ ഒരു നെറ്റിൻ്റെ വർക്കുണ്ട്, ഒരു എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്ലിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കല്ലൊക്കെ ഉണ്ട്. ഇത് കുറേയൊക്കെ ഒന്ന് പൊഴിഞ്ഞു പോകും കേട്ടോ, നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് കൊണ്ട്. പിന്നെ നല്ല നീളമുണ്ട്. ഇത് സ്റ്റോളല്ല, ഷോളാണ്. നല്ല നീളമുള്ളതാണ്. ഈ സാരിയൊക്കെ വെച്ച് കാണിക്കുന്ന പോലെയൊക്കെ ഞാൻ കാണിക്കുന്നത്. അടുത്തത് വീണ്ടും ഒരു റാണി പിങ്ക് സ്റ്റോളാണ്. ഇത് ഷോളല്ല, സ്റ്റോളാണ്. വലിയ നീളമില്ല. ഇത് പ്ലെയിനാണ്. ഇതിന് ഒരു വർക്കും ഇല്ല, പ്ലെയിൻ ആയിട്ടുള്ളൊരിതാണ്. ഇതെനിക്ക് ഒരാൾ തന്നതാണ്, എൻ്റെ റിലേറ്റീവ് ഒരാൾ തന്നതാണ്. ഇച്ചിരി നല്ല കളറാണ്. ഇതൊക്കെ നല്ല എൻ്റെ ഫേവറേറ്റ് കളറുകളൊക്കെയാണിത്. കാരണം ഇതിൽ ടോപ്പൊക്കെ എടുത്ത് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ഈ ഒരു കളറിൽ. പ്ലെയിൻ ആയിട്ടുള്ളൊരു ഷോളല്ല, സ്റ്റോളാണ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കാണ്. ബ്ലാക്കിൻ്റെ എനിക്ക് കുറേ കളക്ഷൻസ് ഉണ്ട്. കാരണം ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടമില്ലാത്തൊരു വളരെ റെയർ ആയിരിക്കും. അപ്പം ബ്ലാക്കിൻ്റെ ഒരു ഷോളാണ്. അപ്പോൾ ഇതിൻ്റെ തുമ്പത്ത് വന്നിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതിനകത്ത് സ്റ്റോണൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ തലയിൽ നമ്മൾ ഇട്ടാലും കിടന്നോളും, ഊരി പോത്തൊന്നുമില്ല, ഒഴുകി അങ്ങ് പോത്തൊന്നുമില്ല. പിന്നെ അതിൻ്റെ തുമ്പത്ത് കുറച്ച് കുണുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ഉണ്ട്. ഇപ്പോൾ ബ്ലാക്കിൻ്റെ തന്നെ എനിക്ക് കുറേ കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഷോളിൻ്റെ എടുക്കാൻ നേരത്തെ കുറേ എവിടേക്കോ കിടക്കുകയാണ്. ഇനിയും ഉണ്ട് ഇത് കൂടാതെ ഇനിയും ഉണ്ട്. അത് എവിടേക്കാണെന്ന് എനിക്കറിയത്തില്ല, അതിന് കണ്ടുപിടിക്കണം. അപ്പോൾ കയ്യിൽ കിട്ടിയത് വെച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വീണ്ടും ഒരു ബ്ലാക്കാണ് കേട്ടോ. ഇത് പ്ലെയിനാണ്. ഇത് നമ്മൾ ഈ അബായൊക്കെ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നൊരു ഷോളാണ്. ഈ ഒരു വർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് വേറെ ഒന്നുമില്ല, ഇവിടെ എല്ലാം പ്ലെയിനാണ്, ഒരു വർക്കും ഇല്ല. പക്ഷേ ഇതിൻ്റെ ഈ ഒരു തുമ്പത്ത് നല്ല വെയിറ്റാണ്. അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് പറന്ന് പോകത്തൊന്നുമില്ല, വെയിറ്റാണ്. നല്ല രസമുണ്ട് ഈ ഒരു വർക്ക്. സൂപ്പർ വർക്കാണ് കേട്ടോ. സൂം ചെയ്ത് കാണിക്കാം. സൂപ്പർ വർക്കാണിത്. പേഴ്സും സ്റ്റോണും കൂടി വെച്ചിട്ടുള്ളൊരു വർക്കാണ് ഇത്. എനിക്ക് തോന്നുന്നു ഞാൻ കായംകുളം SME എടുത്തതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കുറേ നാളായി എടുത്തിട്ടുണ്ട്. നല്ല രസമുള്ള വർക്കാണ്. ബ്ലാക്കിൽ ഇപ്പോൾ 2 എണ്ണമായി. ബ്ലാക്കിൽ 2-3 എണ്ണം ഉണ്ട്. അടുത്തത് വീണ്ടും ഒരു ആഷ് കളറാണ് കേട്ടോ. ഇതെൻ്റെ സിസ്റ്റർ വാങ്ങിച്ചതാണ്. ഇത് പ്ലെയിൻ അല്ല. തുമ്പത്ത് ഇതിൽ വർക്കുണ്ട്. ഇത് അപ്പുറത്തെ ഭാഗമാണ് ഞാൻ കാണിച്ചത്. ഇതാണ് ശരിക്കുള്ള ഫ്രണ്ട് വശം. പേഴ്സിൻ്റെ വർക്കുണ്ട്. അതുപോലെ തന്നെ
ഇവിടെ ഇങ്ങനെ ഒരു വർക്കുണ്ട്. ഇത് സ്റ്റോളാണ് കേട്ടോ, ഷോളല്ല, സ്റ്റോളാണ്. ഇതും ഈ അബായയുടെ ഒക്കെ കൂടി ഇടുന്ന ആ ഒരു ടൈപ്പ് സ്റ്റോളാണ്. നമ്മളിങ്ങനെ ചുറ്റി വരുന്ന സമയത്ത് ഇത് ആ ഒരു സൈഡിൽ ഇങ്ങനെ വരും, കാണാൻ നല്ല ലുക്കായിരിക്കും. ഇനി അടുത്തതൊരു റെഡ് ബ്ലാക്ക് കോംബോ. റെഡ് ബ്ലാക്ക് കോംബോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ബ്ലാക്ക് ഹാഷ് കളർ. ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്നതിൽ ഏറ്റവും കൂടുതലുള്ള ഷോളുകൾ ഉള്ളതിൽ, എണ്ണത്തിൽ കൂടുതലുള്ളത് ഈ ഒരു കോംബോയിൽ വരുന്ന ഷോളുകളാണ്. ഇത് സ്റ്റോളാണ് കേട്ടോ. ഇതൊരു ബ്ലാക്ക് ആൻഡ് റെഡ് വരുന്നത്. ഇതിൻ്റെ അകത്ത് കുറച്ച് ബ്ലാക്കിൻ്റെ ഒരു ഉണ്ടോ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാങ്ങിച്ചു തന്നെയാണ്. ഫസ്റ്റ് എനിക്ക് വാങ്ങിച്ചിരുന്ന ഷോളാണിത്. ഷോളല്ല, സ്റ്റോളാണ് കേട്ടോ. എനിക്ക് ഇപ്പോഴും മാറി മാറി പോകും, പറയുമ്പോൾ മാറി മാറി പോകും. ഇതൊക്കെ തലേ കിടന്നോളൂ, ഒരു കഴുകി പോകുന്ന ഒരു ടൈപ്പല്ല. പിന്നെ ഈ കളറിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇങ്ങനെന്താ പറയുക, ബ്രൗണിൻ്റെ വേറൊരു ഷെയ്ഡാണ് വരുന്നത്. ബ്രൗണിൽ ബ്ലാക്കിൻ്റെയും ഒരു വൈറ്റിൻ്റെയും ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതും സ്റ്റോളാണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഷോളും ഇതും എല്ലാം എനിക്കൊരു റിലേറ്റീവ് തന്നെയാണ്. നേരത്തെ കാണിച്ച ആ റാണി പിങ്ക് പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു സ്റ്റോളും എനിക്കെൻ്റെ റിലേറ്റീവ് തന്നെയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷോളാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷോളാണ്. ഞാൻ ഇത് കിടക്കുന്ന കണ്ടാൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇത് കിടക്കുന്ന കണ്ടാൽ ഇതെടുത്തിട്ടുണ്ട് പോകത്തുള്ളൂ, വേറെ ഒന്നും നോക്കത്തില്ല, വേറെ ഷോളുണ്ടോ നോക്കത്തില്ല. ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ ഇതെടുത്തിട്ടുണ്ടാണ് പോകുന്നത്. പിന്നെ ഇതിൻ്റെ സിസ്റ്റം എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ഇടുന്ന പോലെ ചുമ്മാ ഇങ്ങനെ തലയിൽ കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ പോകത്തേ ഉള്ളൂ, ഇങ്ങനെ എടുത്തിട്ട് പോകത്തേ ഉള്ളൂ. പക്ഷെ ഇത് 2-3 തട്ടൊക്കെ ഉണ്ട് കണ്ടോ. എന്തോ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കൊന്നിങ്ങനെ ചുറ്റത്തില്ലേ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്, ഒരു പിങ്ക് കളർ. ഇതിൻ്റെ കൂടെ ഞാൻ ഇതിൻ്റെ ഒരു കളർ ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൻ്റെ കൂടെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. തട്ട് നല്ല രസമുണ്ട്, തട്ട് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഉള്ള ഷോൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ ഇടുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്തത് ഷോളാണ്, നല്ല നീളമുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് വാങ്ങിച്ചതാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തൊരു ഷോളാണ്. ഇത് ഫുൾ പേൾ വർക്ക്സ് ആണ് കണ്ടോ, ഫുൾ പേൾസ് ആണ്. ഒരു വെൽവെറ്റ് കളർ, ഫുൾ നല്ല രസമായത് കണ്ടോ. നല്ല ചുരിദാറിൻ്റെ ഒക്കെ കൂടെ, കുർത്തിയുടെ ഒക്കെ കൂടെ നമ്മൾ ഇടുവാണെന്നുണ്ടെങ്കിൽ നല്ല രസമൊക്കെയാണ്. അതേസമയം ഈ വർക്ക് ഇങ്ങനെ വരും, കാണാൻ തന്നെ നല്ല രസം. കുർത്തീസിൻ്റെ ഒക്കെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വന്നിട്ടുള്ളതൊരു പ്ലെയിൻ വൈറ്റ് സ്റ്റോളാണ്, പ്ലെയിൻ ആയിട്ടുള്ളൊരു വൈറ്റ് സ്റ്റോളാണ്. അടുത്തത് ഈ ഷോളിൻ്റെ കാര്യമാണ് പറഞ്ഞാൽ, കന്യാകുമാരി പോയപ്പം ഒരു റാണി പിങ്ക് കളർ ഷോൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ വാങ്ങിച്ചത് ആ സെയിം പാറ്റേൺ തന്നെയാണ്. വ്യത്യാസമായിട്ട് വരുന്നത് കളർ മാത്രമാണ്. ആ ഗോൾഡൻ റൗണ്ട് റാണി പിങ്കിന് പകരം ഇവിടെ യെല്ലോ ആണ് വന്നിരിക്കുന്നത്. ഡാർക്ക് യെല്ലോ അല്ല, ലൈറ്റ് യെല്ലോ ആണ്. പിന്നെ ഒരു ബോർഡർ പോലുണ്ട്, തുമ്പത്തിങ്ങനെ കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നല്ല നീളമുള്ളൊരു ഷോളാണേ, സ്റ്റോളല്ല, ഇത് ഷോളാണ്. ഇതും ഷോളാണ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷോളാണ് കേട്ടോ. അതായത് ഹാൻഡ് എംബ്രോയ്ഡറി ആണെന്ന് തോന്നുന്നു. അതിനകത്ത് പേൾസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സിൽ പേൾസ് വന്നിട്ടുണ്ട്, ഗോൾഡൻ പേൾസ്. ഒരു ലൈറ്റ് റോസ് കളറാണിത്. വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ, കാരണം ഇവിടെ കുറച്ച് നോയ്സ് ഒക്കെ ഉണ്ട്. ഫാൻ ഇട്ടിട്ടുണ്ട്, ഫാൻ ഇടാതെ ഇതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല, കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഫാൻ ഓഫാക്കാനും പറ്റത്തില്ല, കൂടാതെ മേജ് കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഫാൻ ഓഫാക്കാനും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ഇത് കാരണം കറക്റ്റ് വോയിസ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഷോളാണ് നല്ല ലെങ്കായിട്ട്. ഇതൊരു ഗ്രീൻ
സ്റ്റോളായിട്ടോ. ഇത് ഗ്രീൻ ഗോൾഡ് കോംബോ വരുന്നൊരു സ്റ്റോളാണ്. ഇതിൻ്റെ തുമ്പത്ത് ഇങ്ങനെ 2 മാത്രമേ ഉള്ളൂ. ഇത് പക്ഷേ ഷിഫോൺ പോലത്തെ ഒരു മെറ്റീരിയലാണ്. കാരണം കിടക്കത്തില്ല, തലയിലിട്ടാലും കിടക്കത്തില്ല, ഒഴുകി പോകും. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് മഫ്ത പോലെ ചുറ്റാം. അതിന് മാത്രമേ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഈ ഒരു മെറ്റീരിയൽ. ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. വീണ്ടും ബ്ലാക്ക്. അപ്പോൾ നേരത്തെ ഞാൻ ഒരു ബ്ലാക്ക് കാണിച്ചിട്ടില്ലായിരുന്നു, അതിൻ്റെ വേറൊരു ടൈപ്പാണ്. ഇതിൻ്റെ സ്റ്റോൺ വർക്ക്സ് ആണ് വന്നിരിക്കുന്നത്. കുറേ പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇളകിപ്പോയി. ഇതിൻ്റെ അകത്തൊരു പൂവൊക്കെ ഉണ്ടായിരുന്നു, ഇളകിപ്പോയി. യൂസ് ചെയ്ത് ഇളകിപ്പോയി. അപ്പം ഇതും ഈ അബായയുടെ ഒക്കെ കൂട്ടിരുന്ന ആ ഒരു ടൈപ്പാണ്. അതിനകത്ത് ബ്ലാക്കിനകത്ത് തുമ്പത്തിൻ്റെ വർക്ക് വരുന്നത്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷോളാണ്. പിന്നെ ഇത് ഷിഫോൺ മെറ്റീരിയലാണ്. ഇതെപ്പോഴാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ, ഞാൻ മേജുവിൻ്റെ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നമ്മൾ ബാഗ് പാക്ക് ചെയ്തില്ല, ആ സമയത്ത് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഒരു ഗ്രീനുണ്ട്, ഈ സെയിം പാറ്റേണിൽ തന്നെ ഇതിൻ്റെ ഒരു ഗ്രീനുണ്ട്. നല്ല നീളമുള്ളൊരു ഷോളാണ്, പക്ഷേ ഷിഫോണാണ് കേട്ടോ. പിന്നെ ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ചൂട് വേണമെന്നല്ലേ, അപ്പം മേജ് കിടന്ന് ഉറങ്ങത്തില്ലായിരുന്നു കേട്ടോ ബെഡിലിട്ടാലും. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഷോള് മടക്കി വെച്ചിട്ട് അതിൻ്റെ മണ്ടയിലായിരുന്നു ആളെ കിടത്തിയിരുന്നത്. കാരണം ഇത് ഷിഫോൺ ആയതുകൊണ്ട് നല്ല ചൂടാണ്, പെട്ടെന്ന് ഉറങ്ങുമായിരുന്നു. ആളൊരു കുഴപ്പമില്ലാതെ ഇത് കിടക്കുമായിരുന്നു. പിന്നെ വന്നിരിക്കുന്നത് വീണ്ടും ഒരു സ്റ്റോളാണ്. ഒരു മെറൂൺ കളറിൽ ഫുള്ള് ഇങ്ങനെ, ഇത് ഫ്ലവറൊന്നുമല്ല, ചുമ്മാ ഇങ്ങനെ കുത്തു പോലെ ഒരു ആണോ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു സ്റ്റോളാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ഒരു കളറും ബ്ലാക്കും ഒക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത്. പെട്ടെന്ന് എടുക്കുന്നത് ഈ ഒരു കളറൊക്കെ ആയിരിക്കും. ഉള്ള കളറാണെങ്കിലും പിന്നെയും ഞാൻ പോയി എടുക്കും, എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ പിന്നെയും പോയി എടുക്കും. ഇത് പിന്നെ വീണ്ടും ഒരു ബ്ലാക്ക് വന്നിരിക്കുകയാണ്. ഇത് ഷിഫോൺ മെറ്റീരിയലാണ്. ഇത് അബായയുടെ കൂടെ ഇടുന്ന ഒരു ഷോളാണ്. അബായ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല. അബായയുടെ കൂടെ ഇടുന്നതാണ്. പ്ലെയിൻ ആണ് കേട്ടോ, ഈ തുമ്പത്ത് മാത്രമുള്ള ഈ ഒരു വർക്ക്. ഇത് സ്റ്റോളാണ്, വലിയ നീളമില്ല കേട്ടോ, സ്റ്റോളാണ്. ഇനി ലാസ്റ്റ് വന്നിരിക്കുന്നത് തീർന്നു കേട്ടോ. ഇനിയും ഉണ്ട്, പക്ഷെ ഭയങ്കര ലെങ്ത് ആയിരിക്കും വീഡിയോയ്ക്ക്. ഞാൻ വേറെ ദിവസം വീണ്ടും നോക്കാം, പാർട്ട് 2 ചെയ്യാനായിട്ട് നോക്കാം. അപ്പം ഇതൊരു വയലറ്റ് കളറാണ്. ഇതിൻ്റെ തുമ്പത്താണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ബാക്കി പ്ലെയിൻ ആയിട്ടാണ്. ഇതും സ്റ്റോളാണ്. അബായയുടെ ഒക്കെ കൂടെ നമുക്കിങ്ങനെ ചുറ്റിയിടാൻ പറ്റുന്ന നല്ലൊരു ഇതാണ്. ഇതൊരു ഷിഫോൺ മെറ്റീരിയലാണ്, വലിയ വെയിറ്റ് ഒന്നുമില്ല, നല്ല വർക്കാണ്. തൽക്കാലം ഇത്രയേ ഉള്ളൂ. ഇനിയും ഉണ്ട്, പക്ഷേ ഇവിടേക്കോ ഇരിക്കുകയാണ്. ഞാൻ കുറേ തപ്പി നോക്കി, തുണിയുടെ ഒക്കെ അടിയിലൊക്കെ ഇട്ടിരിക്കുക. കാരണം യൂസ് ചെയ്യാത്തതായിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി ഇരിക്കുന്ന തുണിയുടെ അടിയിലൊക്കെ ആയിട്ടിരിക്കുക, അപ്പോൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ കിട്ടിയതാണ് ഞാൻ ഇപ്പോൾ എടുത്തത്. അപ്പം ഇത്രയാണ് ഇപ്പോൾ ഉള്ള ഒരു ഷോൾ കളക്ഷൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിനകത്ത് സെയിം കളറ് ഷോളോ ഒക്കെ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നമ്മൾ വീണ്ടും വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.